ഞാൻ പല ആവർത്തി പറഞ്ഞു, പല വീഡിയോയിൽ കൂടെ പറഞ്ഞു, ഇന്ത്യൻ എക്കോണമി താപ്പോട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ കഴിഞ്ഞ 6 മാസം 7 മാസമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ സാമ്പത്തിക മന്ത്രിയോ അതായത് ധനകാര്യമന്ത്രിയോ അതേപോലെ ഇന്ത്യയെ പറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന മന്ത്രിമാരും BJPയുടെ പല നേതാക്കളും ഗ്ലോബലായിട്ട് ഇന്ത്യയെ എൻകറേജ് ചെയ്യുന്ന പല ഇൻഡിവിജ്വൽസ് ഉണ്ട്, എക്കണോമിസ്റ്റുകളുണ്ട്, മറ്റു പല ആൾക്കാരും ലോബിയിങ് ഗ്രൂപ്പുണ്ട്. ഇവരൊന്നും തന്നെ ഇന്ത്യൻ എക്കോണമിയെ പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം? ഇപ്പോൾ 2 ദിവസം മുമ്പ് IMFൻ്റെ പല ഏജൻസികളുടെയൊക്കെ കണക്കുകൾ വരാൻ തുടങ്ങി. അതായത് 4ാം സ്ഥാനത്ത് വെച്ചിരുന്ന ഗ്ലോബൽ GDPയിലുള്ള ഇന്ത്യൻ എക്കോണമി 6ാം സ്ഥാനത്തോട്ട് തെറിച്ചു. പെട്ടെന്നാണ് 6ാം സ്ഥാനത്ത് ഒറ്റ തെറിപ്പ് അങ്ങോട്ടങ്ങ് പോയി. പഴയ രീതിയിൽ നിന്നും താപ്പോട്ടങ്ങ് പോയി. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഞാൻ പറഞ്ഞു ചില ഘടകങ്ങളുണ്ട് ഗ്ലോബലായിട്ട്. അതിലേറ്റവും പ്രധാനം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ പിണക്കരുത്. അത് പ്രധാനമാണ്, ക്രൂഷ്യലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുത്തിരിക്കുന്ന അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ പോലും ജോലി കൊടുത്തിരിക്കുന്ന അമേരിക്കയാണ്. അവനെ പിണക്കരുത് എന്ന് പറഞ്ഞു. അവൻ പിണക്കി, പ്രശ്നമുണ്ടായി. അവസാനം മോദി പോയി സറണ്ടർ ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് അതിനുശേഷം മോദിയെ തലങ്ങനും വിലങ്ങനും പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂവിൽ പിടിച്ച് വെടിനിർത്തലും മറ്റുള്ള കാര്യം 6, 7, 8 എയർക്രാഫ്റ്റുകൾ വീണു എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്ഷരം മിണ്ടിയില്ല. കാരണം എന്താ? ഗവൺമെൻറ്റിന് മനസ്സിലായി അമേരിക്കയെ പിണക്കിയാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് ചൈനയെ പോയി കെട്ടിപ്പിടിച്ചു. റഷ്യയുടെ പുട്ടിനുമായിട്ട് അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അമേരിക്ക ഡിക്റ്റാറ്റ് ചെയ്തു, റഷ്യൻ ഓയിൽ വാങ്ങരുത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വാങ്ങരുത്. 50%, 25%, 50% ടാരിഫ് അടിച്ച് കയ്യിൽ തന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് ഇന്ത്യയെ ബാധിക്കും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചലഞ്ചുണ്ട്. അതായത് വരാനുള്ള 10 വർഷം 2035 നമുക്ക് 10 ട്രില്യൺ എക്കോണമിയിലോട്ട് പോകണം. ഇപ്പോഴെന്താ ഉണ്ടായത്? 4.5 നിന്നും തിരിച്ചു മാറിയിട്ട് അത് 4ൻ്റെ താഴോട്ടെത്തി, ട്രില്യൺ എക്കോണമിയിലോട്ടങ്ങ് പോയി. അട്ടി എന്ന് കിട്ടി. പിന്നെന്താണ് ഉണ്ടായത്? നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 1 വർഷം ഉണ്ടായ സംഭവം. ഇന്ത്യയിൽ നിന്നും ഔട്ട്ഫ്ലോ, അതായത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്നും പിൻവലിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഡോളറിൻ്റെ വില അങ്ങ് കൂടിയത്. കാരണം അവർ ഡോളറിലാണ് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായില്ല. ഞാൻ തീർത്തും പറഞ്ഞു, കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായില്ല. ട്രംപുമായിട്ട് അടിയുണ്ടായി. വീണ്ടും ട്രംപിൻ്റെ പോയി കാലെ പിടിച്ച് സൗത്ത് ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഭവം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്ലോബൽ സൗത്ത് ഇന്ത്യയിൽ വന്നു. അത് ട്രംപുമായിട്ട് ട്രേഡിൻ്റെ കരാറ് ഉണ്ടാക്കിയ ശേഷം മാത്രമാണ് ട്രംപ് പറഞ്ഞ അമേരിക്കൻ കമ്പനിയോട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അതിനു മുമ്പ് പേരുകളൊന്നും പറഞ്ഞില്ല ആരൊക്കെ പങ്കെടുക്കുമെന്ന്. പിന്നീടാണ് ട്രംപുമായിട്ട് ലോഹ്യമായി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ ഇത്ര പേരുടെ പേര് പറഞ്ഞു. ഇതാണ് സംഭവം. ഏതെങ്കിലും ചൈനീസ് കമ്പനി പങ്കെടുത്തോ? ഏതെങ്കിലും യൂറോപ്യൻ കമ്പനി ആയിട്ട് ബന്ധപ്പെട്ട, കാരണം ഇന്ത്യ വന്ന് കച്ചവടം ചെയ്യാവുന്ന കക്ഷികൾ അവർ പങ്കെടുത്തോ? ഏതെങ്കിലും റഷ്യൻ കമ്പനി പങ്കെടുത്തോ? ഇത് വന്നതെല്ലാം അമേരിക്കൻ കമ്പനിയാണ്. അതായത് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാർട്ട്നേഴ്സ്, അതായത് നട്ടല്ലെന്ന് പറയുന്ന അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹരിച്ചു ഗുണിച്ച് പറഞ്ഞ് അമേരിക്കയായിട്ട് പിണങ്ങിയാൽ ഇന്ത്യയുടെ എക്കോണമിയെ ബാധിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഏകദേശം 25 ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് കണക്കിന് 27ഓളം ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പുതിയ എയർപോർട്ടുകൾ ഉണ്ടാക്കി അടച്ചങ്ങ് പൂട്ടി. എന്താ കാര്യം? കാരണം ജനങ്ങളുടെ പണം വേണ്ടായോ എയറിൽ ട്രാവൽ ചെയ്യാൻ? ഏറ്റവും കൂടുതൽ ട്രെയിനിലോട്ടങ്ങ് പോയി. ഈ പറയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് പോലും പലയിടത്തും പല റൂട്ടുകളും അവർ നിർത്തുകയാണ്. കാരണം ആളില്ല. കൊങ്കണിലും ബോംബെയിലും മറ്റു പലയിടത്തും നിർത്തി ചെയ്ത സംഭവം. കാരണം അത്രയും പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങാൻ ആളില്ല. റെസ്റ്റോറൻറ്റുകൾ എടുത്ത് നോക്കുക ഇന്ത്യയിൽ. ഒന്നാമത് ഈ ഗ്യാസിൻ്റെ പ്രശ്നമില്ല. അതിനു മുമ്പ് തന്നെ
ഈ റെസ്റ്റോറൻറ്റിൽ ഈ വെള്ളി ശനി ഞായർ ഈ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നൊരു സംഭവമാണ്. അവിടെ ആൾ കുറഞ്ഞു, മെനുവിൻ്റെ ഐറ്റംസ് കുറഞ്ഞു, ആൾക്കാർ വരുന്നില്ല, അവിടെ ആളുകൾ വരുന്നില്ല, നാച്ചുറലായിട്ട് ജോലിക്കാരെ അവർ ഒഴിവാക്കും. ഇത് എക്കോണമിക് ഫാക്ടറാണ്. അതുകൊണ്ട് മോദിക്ക് കൃത്യമായിട്ടറിയാം. മോദിയുടെ പഴയ ആവേശമൊക്കെ അവിടെ പോയി. ഗ്ലോബൽ ഗുരു, വിശ്വഗുരു ആവേശമൊന്നും ഇപ്പം കാണാനില്ല. കാരണം നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് ഇപ്പോഴാണ് മനസ്സിലായത്, ട്രംപിനെ അമേരിക്കയും പിണക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പാടാണ്. എന്തിനാണ് ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ കഴിഞ്ഞ ഒരാഴ്ച അമേരിക്കയിൽ വിസിറ്റായിരുന്നു. കാരണം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിൽ ഒതുക്കാൻ വേണ്ടി. കാരണം ടെക്നോളജിയും മറ്റുള്ള സാധനങ്ങൾ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട സാധനമൊന്നും കൊടുക്കത്തില്ലെന്നറിയാം. കാരണം തേജസ് 3 എണ്ണമാണ് ക്രാഷായി പോയത്. അത് ഭയങ്കര അടിയെ. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അറിയാം ഇപ്പോഴ് ഈ പറയുന്നത് പിണങ്ങിയാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വീണ്ടും ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ 6-7 മാസമായിട്ട് നമ്മുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പറഞ്ഞത്. ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ EU രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തു, ഓസ്ട്രേലിയയുമായിട്ട് സൈൻ ചെയ്തു, മിഡിൽ ഈസ്റ്റുമായിട്ട് സൈൻ ചെയ്തു, ഒമാനുമായിട്ട് സൈൻ ചെയ്തു, ചെറിയ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഈ റിഫ്ലക്ഷൻ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇത് ചുമ്മാ പറയുന്ന. കാരണം ഡീൽ അമേരിക്കയുമായിട്ട് തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ ഇന്ത്യക്ക്. ബാക്കിയുള്ളതെല്ലാം അവൻ്റെ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നു, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നു. അവർ ഇവിടുന്നാണ് പണം അങ്ങോട്ട് കൊണ്ടുപോയേക്കുന്നത്. എന്തിനു വേണ്ടി? അതായത് റഫേലിൻ്റെ ഡീല്, എയർബസിൻ്റെ ഡീല്, ജർമ്മനി ഉദ്ദേശിക്കുന്നത് അന്തർവാഹിനിയുടെ ഡീല്, അതെല്ലാം സൈൻ ചെയ്യും. ഇതാണ് ഉണ്ടായത്. നേരത്തെ കോഡിനെ കാര്യപ്പിച്ച് മിണ്ടുന്നുണ്ട് ഇപ്പം ആരെങ്കിലും? കോഡ് ഏകദേശം ഇല്ലാതായി മാറി. അതായത് മോദിക്ക് ട്രാക്ക് കംപ്ലീറ്റ് തെറ്റിപ്പോയി. അതെ, ആ കോഡും ഈ സംഭവങ്ങളും ഡീൽസും സംഭവങ്ങളെല്ലാം ഇല്ലാതായി. 50% ട്രേഡ് അതിൻ്റെയൊക്കെ ആദ്യം തുടങ്ങുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യ കാണിച്ചു കൊടുക്കും. എന്ത് വേണ്ടയാണ് ഇന്ത്യ കാണിച്ചു കൊടുത്തത്? അമേരിക്ക കാണിച്ചു തന്നു. അമേരിക്ക പറഞ്ഞ ലൈനിൽ നിന്നും ഇന്ത്യ മാറിയോ? മാറിയില്ല. അവസാനം പേടിച്ചു പോയി ഇന്ത്യ. അങ്ങനെയാണ് അവസാനം ഈ ഡീല് സൈൻ ചെയ്യുന്നത്. പേടിച്ചു പോയി. അതായത് അമേരിക്കയുടെ അടുത്ത് പേടിച്ചു പോയി. റഷ്യയുടെ ക്രൂഡ് നിർത്തി അമേരിക്കയുടെ ലൈനിലോട്ട് കൊണ്ടുവന്നു. അതായത് മോദി ട്രംപ് റിലേഷൻഷിപ്പ്, അമേരിക്കൻ റിലേഷൻഷിപ്പ് എന്ന് മോശമായി അന്ന് ഇന്ത്യയുടെ എക്കോണമി താഴെ പോകും എന്ന് ഞാൻ അന്ന് പ്രഡിക്റ്റ് ചെയ്തു. അതിപ്പോൾ യഥാർത്ഥത്തിൽ വിസിബിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു. ഇന്ത്യയിലുള്ള പല സ്റ്റാർട്ടപ്പുകളും നിലച്ചുപോയി. കാരണം ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇൻവെസ്റ്റ്മെൻറ്റും വിദേശത്ത് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പ്രധാനപ്പെട്ടൊരു വിഷയം. ലോകത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പണമില്ല. അവർ വേറെ രാജ്യത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്ത് അവർ മാക്സിമം വന്ന് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ. പണമുള്ള രാജ്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമാണ്. പിന്നെ ഏറ്റവും പണമുള്ള രാജ്യമെന്ന് പറയുന്നത്, പണമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റാണ്. അതുകൊണ്ടാണ് മോദി കണ്ടിന്യൂ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ പോകുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നരേന്ദ്രമോദി മിഡിൽ ഈസ്റ്റിൽ പോയിട്ടില്ല. എന്താ പോകാത്തതിൻ്റെ കാരണം? ഈ പറയുന്ന ഒമാൻ വഴി കയറി ഇങ്ങ് പോകുന്നു. അങ്ങനെ അല്ലായിരുന്നു നേരത്തെ. എങ്ങനെ പോയാലും 1 വർഷം 3 പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ദുബായിലും അബുദാബിയിലും പോകുമായിരുന്നു. റിലേഷൻഷിപ്പ് നല്ലപോലെ ഉണ്ടാക്കി. കാരണം അതൊരു വലിയ ഹബ്ബായിട്ടങ്ങ് മാറി. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഇമ്പാക്റ്റാണ് ഈ സംഭവം. ആ ഇമ്പാക്റ്റാണ് ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണ തോതിൽ ടേൺ അടിച്ച് മാറ്റിയെടുക്കാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ട്രംപിനെ ഇന്ത്യയിൽ കൊണ്ടുവരണം. NDTVയുടെ വിഷ്ണു സോം സെർജിയോ ഗോർ അമേരിക്കൻ അംബാസഡറുമായിട്ടുള്ളൊരു ബൈറ്റിൽ 2 ദിവസം മുമ്പ് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് ട്രംപ് എന്നാ ഇന്ത്യയിൽ വരുന്നത്. സെർജിയോ ഗോർ ആൻസർ കൊടുത്തില്ല. മാർക്ക് റൂബിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ട്രംപും ഇന്ത്യയുമായിട്ടുള്ള മോദിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമായി. അത് പഴയ രീതിയിലാക്കിയെടുക്കണം. അതൊരു ടാസ്ക് തന്നെയാണ്.
അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യൻ എക്കോണമിയിൽ കാണുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യയിലെ ഔട്ട്ഫ്ലോ, അതായത് ഇന്ത്യയിൽ വന്ന ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പോകുന്നത്. അതായത് ഗ്ലോബൽ എക്കോണമി പോലും പോസിറ്റീവായിട്ട് കാണിക്കുമ്പോൾ ഇന്ത്യൻ എക്കോണമി നെഗറ്റീവായിട്ട് കാണിക്കുന്നു. 8.2 ഇന്ത്യൻ എക്കോണമി കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതായത് നമ്മുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരം, ഇത്രയൊന്നും വരാൻ സാധ്യതയില്ല. ഇപ്പോൾ RBI പറയുന്നു അടുത്ത ക്വാർട്ടറിൽ 6% താഴെയായിരിക്കും. ഇതാണ് സത്യം. ബേസിക്കലി ഉള്ള കള്ളത്തരങ്ങളും കപടതകളും തള്ളും മാത്രമായി ഇങ്ങനെ രാജ്യത്തിന് പോകാൻ സാധിക്കും. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ എക്കോണമി വളരെ സുപ്രധാനമാണ്. എക്കോണമിയിൽ ഒരു രാജ്യമില്ല. അതിനാരാണ് ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. അമേരിക്ക പിണങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ട്രംപ് എന്ന് പറയുന്നയാൾ പക്ക കച്ചവടക്കാരനാണ്. അയാളെ സുഖിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ. അതിനകത്ത് മോദിയുടെ തരികിടയും വേലയും ഗുജറാത്തി വേലയൊന്നും അയാളടുത്ത് നടക്കത്തൊന്നുമില്ല. അവിടെ H1B വിസയാണെങ്കിൽ ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിൽ അവിടെ സഫർ ചെയ്യുകയാണ് അമേരിക്കയിൽ. അതിന് കാരണം ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പ് മോശമായതാണ്. ഇപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് തീർത്തും പിടികിട്ടിയത് ഈ പറയുന്നത് മുഴുവൻ. അതായത് തള്ളുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കത്തില്ല. ട്രംപ് ഉദ്ദേശിച്ചെടുത്ത് സംഭവങ്ങൾ അയാൾ കൊണ്ടെത്തിക്കും. 100% ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാം. ഇന്ത്യ റഷ്യ, അതായത് ക്രൂഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്ത് നിലപാടെടുക്കും.